ശ്രീമദ് ഭാഗവതം ക്ലാസ് 96. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്കന്ധം 5 മൂന്നാമത്തെ അധ്യായമാണ്. അത് നാഭി ചരിതമാണ്. നമ്മൾ പ്രപഞ്ച സൃഷ്ടി മനു അദ്ദേഹത്തിൻ്റെ പുത്രനായ പ്രിയംവ്രതനിലൂടെ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്, പറഞ്ഞുകൊണ്ടുവരുന്നത്. അദ്ദേഹത്തിനാണ് അതിൻ്റെ ചാർജ്. പ്രിയംവ്രതൻ എന്നൊരു ശക്തി, അതൊരു ശക്തിയാണ്, ഒരു പ്രേരക ശക്തിയാണ്. പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ട്, അത് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രേരക ശക്തിയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം ആക്ട് ചെയ്യുന്നത്. ആ പ്രേരക ശക്തിക്കാണ് വ്രതൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ ആദ്യം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഒരു വലിയൊരു ഗോളത്തിൻ്റെ സ്പേസ്, വലിയൊരു സ്പേസ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗോളം മാതിരിയാണ്. അതിൽ 7 ദ്വീപുകൾ, 1 2 3 4 5 6 7 ദ്വീപുകൾ. ആ 7 ദ്വീപുകൾക്കാണ് 7 ലോകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ 7 ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ 7 ലോകങ്ങളാണ്. അപ്പം പ്രപഞ്ചം ഒരു വലിയ ഗോളം, ആ ഗോളമായ സ്പേസിൽ 7 ഗോളങ്ങൾ, അതാണ് 7 ലോകങ്ങൾ. നടുവിലൊന്നും, അതിന് ചുറ്റും 7. നടുവിലുള്ളതിനാണ് ജംബദ്വീപ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ 5 മക്കൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ ജംബുദ്വീപിൻ്റെ കഥ അഗ്നിദ്രനിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നടുവിലുള്ളത് ഉണ്ടായതിനെ പറ്റിയാണല്ലോ പറയേണ്ടത്. അത് അഗ്നിദ്രനിലൂടെ അദ്ദേഹത്തിൻ്റെ മകന് കൊടുത്തു പറഞ്ഞു. ആ മകനാണ് പിന്നെ അതിന് എന്ത് ചെയ്ത്, അദ്ദേഹം പിന്നെ അത് അദ്ദേഹത്തിൻ്റെ 9 മക്കൾക്ക് വീതിച്ചു കൊടുത്തു. 9 എന്ന് പറയുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ചിലപ്പോൾ ഈ പുരാണത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഓരോന്നിനെയും പിന്നെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ വട്ടമായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ 7 മരുത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് 49 മരുത്തുക്കളുണ്ട്. അപ്പോൾ ഇതാണ് മരുത്തുക്കൾ. അപ്പോൾ ഇതിനെ 7 ആയിട്ട് തിരിച്ചിട്ടാണ്. പക്ഷേ പുത്രന്മാർ 9 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ദേശം തന്നെ വിഭജിച്ചിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയില്ല. അല്ല, ഇനി നടുവിലുള്ളത്, ഇത് നടുവിലാണല്ലോ വരുന്നത്. പ്രപഞ്ചത്തിൻ്റെ നടുവാണല്ലോ ഈ മരുത്ത്, അല്ല ഈ ലോകം 7 ലോകങ്ങളിൽ ഇത്. അതുകൊണ്ട് ഇതിൽ കുറച്ച് അധികം വലുതുണ്ടോ 9 എണ്ണം ഉണ്ടോ എന്നൊന്നും, പക്ഷേ യഥാർത്ഥത്തിൽ 49 മരുത്തുക്കൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ളതിൽ നടുവിലുള്ളതിനാണ് ജംബുദ്വീപ്. അപ്പൊ ഇദ്ദേഹം മക്കൾക്ക് ഇത് വിരിച്ചു കൊടുത്തു. അപ്പൊ ജംബുദ്വീപിന്റെ കഥ അഗ്നിദ്രനിലൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇതിലാണ് മേരുപർവ്വതം ഉള്ളത്. സാധാരണ ഈ 7 മരുത്തുക്കളില് മരുത്തുക്കൾ, ഓരോ മരുത്തുക്കളിലും ഇങ്ങനെ പറയുന്ന ഓരോ മരുത്തുക്കളിൽ ഇതിൻ്റെ അകത്ത് 7 മരുത്തുക്കളുണ്ട്. എല്ലാം ഈ മരുത്തുക്കൾ 49. മരുത്തുക്കളിനകത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അതിലുള്ള ഒരു നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനിലാണ് നമ്മളെ ഭൂമിയുള്ളത്. അപ്പം ഇങ്ങനെയുള്ള അനേകം മരുത്തുക്കളിൽ ഏറ്റവും വലിയ പർവ്വതം ഏതാണോ ആ പർവ്വതത്തിൻ്റെ പേരാണ് ആ മരുത്തിന് കൊടുക്കുക. അപ്പം ഇതില് നടുവിലുള്ളത് ഏറ്റവും വലുത് മേരുപർവ്വതമാണ്. അപ്പൊ അതിൻ്റെ കഥ അഗ്നിദ്രനിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നിലാണ് നമ്മളുള്ളത്, നമ്മൾ ഇതാണെന്ന് വെച്ചോളൂ. ഇനി ഇതിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അത് ഈ അഗ്നിദ്രന്റെ ഒരു മകനാണ് കൊടുത്തിരിക്കുന്നത്. അത് നാഭി എന്ന മകനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നാഭിയെ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ സൃഷ്ടിക്രമം, നമ്മളുടെ ലോകത്തിൻ്റെ കാര്യം പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെല്ലാം ഏകദേശം അതേപോലെ തന്നെയാണ്. ഇതും തമ്മിലെ വ്യത്യാസം. കാരണം ഇത് പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ്. ഈ നടുവിലുള്ളത്, നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഘടനയിൽ നടുവിലുള്ള മരത്തിലല്ല ഉള്ളത്, അതിന് കുറച്ചിങ്ങോട്ട് മാറിയിരിക്കുന്ന ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് പറഞ്ഞു, ഇനി ഇതും പറഞ്ഞാൽ മതി. ബാക്കിയുള്ള എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ. അപ്പം നമ്മളെ ദേശത്തിൻ്റെ അതിന് ഹിമവാനാണ് പേര് കൊടുത്തിരിക്കുന്നത്. കാരണം മരത്തിൽ അനേകം നക്ഷത്രങ്ങളുള്ളതിൽ ഏറ്റവും വലുത് ഭൂമിയിലെ നമ്മുടെ ഭൂമിയിലെ ഹിമാലയമായത് കൊണ്ടായിരിക്കാം അതിന്
ഹിമവാന എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. ആ ഹിമവാനന്റെ ഭരണം നാഭിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുള്ളതെങ്കിൽ ഇതിനാണ് ഹിമവാന എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭരണം അഗ്നീന്ദ്രൻ നാഭിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ആ നാഭിയിലൂടെയാണ് അതിൻ്റെ ചരിത്രം പറയാൻ പോകുന്നത്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഒന്നില് ശ്രീ ശുഗൻ പറയുകയാണ്, നാഭി മേരുദേവിയോടൊപ്പം, മേരുപർവ്വതത്തിൻ്റെ ഭാര്യ എന്നതോടുകൂടി, അതാണ് മേരുദേവി എന്ത് ചെയ്തു? പക്ഷെ അവർക്ക് സന്താനം ഉണ്ടായില്ല. നാഭിക്ക് മേരുദേവിയില് സന്താനം ഉണ്ടായില്ല. അപ്പം ഭഗവാനെ ഏകാഗ്രചിത്തനായി ഭജിച്ചു. സന്താനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് പിന്നെ ഈ സൃഷ്ടിക്രമം വിവരിക്കേണ്ടത്. നമ്മളെ മരുത്തിന്റെ ഘടന. അപ്പൊ ആദ്യം തന്നെ പറയുന്ന അവർക്ക് സന്താനം ഉണ്ടായില്ല. പിന്നെ സന്താനം ഉണ്ടാകാതിരിക്കുമ്പോ പിന്നെ മറ്റേ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയായിരിക്കുമല്ലോ പിന്നെ പരിപാടി. വിഷ്ണുവിനെ ആരായാലും ശ്രീഹരിയെ. അങ്ങനെ രണ്ടിൽ പറയുന്നത്, ശ്രദ്ധയോടും പരിശുദ്ധമായ മനസ്സോടും കൂടി യജിച്ചുകൊണ്ടിരിക്കെ ദ്രവ്യം, ദേശം, കാലം, മന്ത്രം, ഋത്തിക്കുകൾ, ദക്ഷിണ, അനുഷ്ഠാനം എന്നീ 7 ഉപായങ്ങളോടെയാണ് യജിച്ചു. അപ്പോൾ അവിടെ സൃഷ്ടി ഉണ്ടാകണ്ടെങ്കിൽ 7 സംഗതികളോടുകൂടിയാണ് വിഷ്ണുവിനെ ആരാധിച്ചത്. 7 എന്താണ്? ദ്രവ്യത്തിലൂടെ തന്നെയാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ദേശം, ഓരോ ദേശത്തും അതിൻ്റെതായ പ്രത്യേകത അനുസരിച്ചിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടാകും. കാലത്തിനനുസരിച്ചാണ്. മന്ത്രം, ശാസ്ത്ര, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഋത്തിക്കുകൾ, അതിൻ്റെ പിന്നിൽ പ്രേരക ശക്തികൾ വേണം. ദക്ഷിണ എല്ലാ ഭാഗത്തിൻ്റെയും എന്തും കൊടുത്തു കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ശരിയായ ക്രമത്തിൽ വേണം അത് ചെയ്യാൻ. ഇങ്ങനെ 7 ഉപായങ്ങളോടുകൂടിയാണ് വിഷ്ണുവിനെ യജിച്ചത്. എന്തിനു വേണ്ടി? ഒരു പുത്രന് വേണ്ടി. അങ്ങനെ ജയിച്ചാലും നമ്മളൊന്നും പ്രാർത്ഥിച്ചാൽ ദുഷ്പ്രാപ്യമാണ് എങ്കിലും അത് പറഞ്ഞു വെച്ച് എന്താണെന്ന് വെച്ചാൽ ഈ കഥയിലൂട്ടി ഇങ്ങനെയെല്ലാം പറയും. പക്ഷെ അതൊന്നും യഥാർത്ഥ സത്യമല്ല. പൊടിപ്പും തൊങ്ങലും എല്ലാം വെച്ചിട്ട് യജിച്ചു അദ്ദേഹത്തെ, അപ്പം വിഷ്ണു കയറി വന്നു എന്നെല്ലാം പറഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്നാൽ പിന്നെ നമ്മളും ഇതെല്ലാം വെച്ചിട്ട് അങ്ങ് യജിച്ചു കഴിഞ്ഞാൽ വിഷ്ണു കയറി വരുന്നു. അതുകൊണ്ട് ദുഷ്പ്രാപ്യമെങ്കിലും അതവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നടക്കുന്ന കാര്യമല്ല. വിഷ്ണുവിനെ പ്രസാദിപ്പിക്കാനൊന്നും ശ്രീഹരിയെ പ്രസാദിപ്പിക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീഹരി ഏറ്റവും മുകളിലുള്ള ശക്തി വിഷയം. പ്രപഞ്ചം ഉണ്ടാകുന്ന അങ്ങനെ നടന്നു പോകും. ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിലൊന്നും തലയിടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ വിളിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ദുഷ്പ്രാപ്യമെങ്കിലും. കഥയിലാവുമ്പം പിന്നെ ചിലപ്പോൾ ചെറിയ ഒപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയെല്ലാം പറയേണ്ടി വരും. ഭക്തകാരുണ്യം മൂലം, ഈ ഭക്തന്റെ കരുണ, അദ്ദേഹത്തോടുള്ള കരുണ മൂലം ശ്രീഹരി സുന്ദരമായ രൂപത്തോടുകൂടി അവിടെ പ്രത്യക്ഷമായി. അദ്ദേഹം യജിച്ചപ്പോൾ ശ്രീഹരി വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വർണ്ണനയാണ് മഞ്ഞപ്പട്ടുടയാടി അണിഞ്ഞ് മാറിൽ തിളങ്ങുന്ന ശ്രീവത്സ. ഇതെല്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ശംഖ്, ചെന്താമര പുഷ്പം, വനമാല, സുദർശനം, കൗസ്തുഭം, ഗതാമൂലാവയോടുകൂടി ഉള്ള മണിക്കിരീടവും രത്നകുണ്ടലവും കങ്കണങ്ങളും ഉദരബന്ധനവും മണിമാലയും തോൾവളയും കാൽത്തളയും എന്നിവയാൽ വിഭൂഷിതനായി പ്രകാശവാനായി ആ പുരുഷോത്തമൻ വന്നപ്പോൾ ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ യജ്ഞം നടത്തുമ്പോൾ അദ്ദേഹത്തിന് സിബന്ധികൾ കുറേ ഉണ്ടാവില്ലേ, യജ്ഞം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം നിർധനന്മാരെ, നിധി കണ്ട നിർധനന്മാരെ പോലെ അദ്ദേഹം ഈ ഋത്തിക്കുകളിൽ അന്തം വിട്ടുപോയി. നിധി കണ്ട നിർധനന്മാരെ പോലെ ശിരസ്സു നമിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തെ നമിച്ചുകൊണ്ട് ഋത്തിക്കുകളാണ് ആദ്യം, ഋത്തിക്കുകളിലൂടെയാണ് ചെയ്യുന്നത്.
ഞങ്ങളുടെ പൂജ സ്വീകരിക്കാൻ അങ്ങ് അർഹിക്കുന്നു. നമസ്കാരം പറയുവാൻ മാത്രമാണ് നമുക്ക് സാധാരണ നിലയിലുള്ള ഉപദേശം, സജ്ജന ഉപദേശം. അതായത് ഇത്രയും വലിയൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ കയറി വന്നാൽ നമസ്കാരം പറയാൻ പറ്റും. വേറെ ഒന്നും പറയാനുള്ള, നമുക്ക് വർണ്ണിക്കാനുള്ള കഴിവൊന്നുമില്ല. കാരണം ഈ ശ്രീഹരി എന്ന് പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മമാണ്, അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്കിതിനെ പറ്റി ഒന്നും വർണ്ണിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കയറി വന്നാൽ നമസ്കാരമേ പറയുന്നുള്ളൂ. പ്രാപഞ്ചിക ജീവിതത്തിൽ മുഴുകിയ ഏത് മനുഷ്യനാണ്, അപ്പോൾ പ്രാപഞ്ചിക ജീവിതത്തിൽ മുഴുകിയ ഏതൊരു മനുഷ്യനാണ്, നമ്മളെല്ലാം പ്രാപഞ്ചിക പ്രപഞ്ചം സൃഷ്ടിക്കുന്ന കർമ്മത്തിലാണല്ലോ ഇവർ ഏർപ്പെടുത്തിയത്, അല്ല ആത്മീയതയിലല്ല. അങ്ങനെയുള്ള ആർക്കാണ് ഇതിൽ നിന്നും അതീതനായിട്ടിരിക്കുന്നത്, ഈ പ്രപഞ്ചവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ അതിൽ നിന്നും അതീതനായിരിക്കുന്ന പ്രാകൃത നാമം, രൂപം, ആകാശം എന്നിവ കൊണ്ട് വർണ്ണിക്കുവാൻ ആകാത്ത, അതിനെ കൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ടോ ഈ പ്രപഞ്ചത്തിലുള്ള എന്തെങ്കിലും ഇതിനെ ഉപമേറ്റോ ഒന്നും ആ ശക്തിയെ വർണ്ണിക്കാൻ പറ്റില്ല. ശ്രീഹരിക്ക് രൂപവും ഇല്ല, ഭാവവും ഒന്നുമില്ല. ഈശ്വരന് രൂപവും ഭാവവും ഒന്നുമില്ല. അപ്പൊ അതിനെ എന്തെങ്കിലും വർണ്ണിച്ച് പറയേണ്ടിക്ക് തന്നെ, ഋത്തിക്കുകൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തെ വർണ്ണിച്ച് പറയേണ്ടിക്ക് തന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് ഈ പ്രാകൃതങ്ങളായ നാമം, പേര് വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ശ്രീഹരി എന്ന് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിനായി പേരുമില്ല, ഒരു ചുക്കുമില്ല. രൂപം വെച്ചിട്ട് പറയാൻ പറ്റും, ആകാരം വെച്ചിട്ട് പറയാൻ പറ്റും, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടൊന്നും നമുക്ക് വർണ്ണിക്കുവാനാവില്ല. എങ്കിലും ശ്രേഷ്ഠമായ ചില ഗുണഗണങ്ങളിൽ ചിലത് പറയുക മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അവർ സ്വയം പറയാണ്, ഈ വന്ന വിഷ്ണുവിനെ വർണ്ണിച്ചു പറയാൻ നമുക്കൊന്നും വാക്കുകളില്ല, വർണ്ണിക്കാനും പറ്റില്ല. ഇപ്പൊ എനിക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഒരാൾ വന്നിട്ട് എൻ്റെ 1-2 ചീള് ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും. എനിക്ക് വലിയ ഗുണങ്ങൾ പലതും ഉണ്ട്. എന്നിട്ട് ഒരാൾ വർണ്ണിക്കാൻ പോകുമ്പോൾ അതൊന്നും പറയാതെ, എൻ്റെ കഴിവുകളൊന്നും പറയാതെ, പ്രമോദിൻ്റെ മുടീൻ്റെ നിറം കൊള്ളാം, ഇങ്ങനെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ പരിചയപ്പെടുന്നു? ഏറ്റവും ഗുണഗണങ്ങളാണ് വർണ്ണിക്കേണ്ടത്. അതുപോലെ ശ്രീഹരിയുടെ എല്ലാ ഏറ്റവും മഹിമകൾ വർണ്ണിക്കുന്നത് അതിന് രൂപമില്ല, ഭാവമില്ലാതെ അതിനെങ്ങനെയാണ് വർണ്ണിക്കുന്നത്? അപ്പോൾ ഈ ഗുണഗണങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാനേ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ എന്താണ് പറഞ്ഞ് ബോധിപ്പിക്കുന്നത്? ഈ വന്നിരിക്കുന്ന രൂപവും ഭാവവും ഒന്നുമില്ലാതെ സാധനം വന്നു എന്ന് പറയുമ്പോൾ അത് നടക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഥയിൽ പിന്നെ അങ്ങനെയെല്ലാം വന്ന് പോയി മഞ്ഞപ്പട്ടുടത്ത് വന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടങ്ങ് പറയും. ഇനി 6 ഭക്തജനങ്ങൾ ഭക്തിയോടെയും, എന്നാലും ചില ഭക്തജനങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ഭക്തജനങ്ങളെ കണ്ടിട്ടില്ലേ, ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആർക്കും വർണ്ണിക്കാൻ പറ്റാത്ത സംഖ്യയാണ്. എന്നാലും ഭക്തജനങ്ങൾ ഭക്തിയോടെയും സ്തുതികളോടെയും വർണ്ണിച്ചുകൊണ്ടാണ് എന്തെല്ലാം പറയും. ജലം, തുളസി, കറുക എന്നിവയോടുകൂടി ചെയ്യുന്ന പൂജകളിൽ അങ്ങ് തികച്ചും തൃപ്തനാണോ? ഭക്തജനങ്ങൾ കറുകയും തുളസിയെല്ലാം വെച്ചുകൊണ്ട് അങ്ങേരെ പൂജിക്കുന്നുണ്ട്. അതിൽ അങ്ങേരെ തൃപ്തനാണോ എന്നുള്ള നിലയിൽ ഒന്ന് പറഞ്ഞു വെക്കുന്നു. കാരണം ഇതൊന്നും നൽകി അങ്ങേർക്ക് ഇത് നൽകേണ്ട ആവശ്യം എന്താണ്? എന്നിട്ട് 7 പറയാണ്, മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ, നമ്മൾ വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ തന്നെയും വസ്തുക്കൾ കൊണ്ട് ചെയ്യുന്ന യജ്ഞം പോലും അവിടത്തേക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. വേറെ തരത്തിൽ ചിന്തിച്ചാൽ ചിലവരെല്ലാം ഇങ്ങനെ കുങ്കുമം, മറ്റേ തുളസിയും കറുകിയെല്ലാം കൊടുത്തിട്ട് അങ്ങേ പൂജിക്കുന്നുണ്ട്.
എന്നാലും വേറെ തരത്തിൽ പൂജിക്കുന്ന അവരെ കുറ്റമൊന്നും പറയുന്നില്ല, നിങ്ങൾ പൂജിച്ചോ. എന്നാലും മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഇങ്ങനത്തെയുള്ള വസ്തുക്കളെ കൊണ്ട് യജ്ഞം ചെയ്താല് അവിടത്തേക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ ഈ ഈശ്വരന് എന്തെങ്കിലും കൊടുത്തിട്ട്, ഈ വസ്തുക്കളെല്ലാം കൊടുത്തിട്ട്, ഈ വസ്തുക്കളെല്ലാം ആ ബ്രഹ്മമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ശ്രീഹരിയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വസ്തുക്കളും അത് തന്നെയാണ്. പിന്നെ അതിനെ തന്നെ എടുത്തിട്ട് അതിന് കൊടുക്കുന്നതിൽ വല്ല അർത്ഥമുണ്ട്? ഇപ്പൊ ഞാൻ കുറെ ഇവിടെ സ്വർണം ഉണ്ടാക്കി വെച്ച്, കുറെ പൈസയെല്ലാം ഉണ്ടാക്കി വെച്ച് ഈ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എൻ്റെ ഏതോ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നു, സന്തോഷിച്ചിട്ട് ഇരിക്കട്ടെ, ഇവിടുത്തെ ഒരു പൈസ എടുത്ത് എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്കതിൽ വല്ല സന്തോഷമുണ്ട്. നേരെ വന്നിരുന്നു, ഇവിടെ കിടക്കുന്നുണ്ട് പൈസ, ഞാൻ ഉണ്ടാക്കി വെച്ച പൈസയാണ്, സാറിന് ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് എനിക്ക് തന്നു കഴിഞ്ഞാൽ. അതുപോലെ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഈ വസ്തുക്കൾ കൊണ്ട് ചെയ്യുന്ന യജ്ഞങ്ങൾ അവിടത്തേക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് അങ്ങേർക്ക് എന്തെങ്കിലും തരേണ്ട കാര്യമില്ല. തന്നത് കൊണ്ട് അങ്ങേർക്ക് അതിനെ കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ തന്നെ ചിലവരെല്ലാം പറയുന്ന കാര്യം, ഈ ദേവപ്രശ്നം വെക്കുമ്പോഴാണ് ഇത് പറയുക. ദൈവം ആകെ വിഷമിച്ചിരിക്കുകയാണ്, ഭക്ഷണം ശരിയായില്ല, ദൈവത്തിന് ഭക്ഷണം ശരിയായില്ല, ഇല്ലെങ്കിൽ കത്തിച്ച എണ്ണ ശരിയായില്ല, എണ്ണയിൽ എന്തോ കുഴപ്പമുണ്ട്, ഇല്ലേ ദൈവത്തിന് ഉറക്കം ശരിയായില്ല. ഇങ്ങനെയല്ല ദൈവത്തിന് ഉറക്കം. ദൈവം ഉറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ദേശത്തിലെ ദൈവം രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ദേശത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ലോകത്തെ മുഴുവൻ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ശക്തി വിശേഷം വേദം തന്നെ എന്ന് പറയുന്നു. നമ്മുടെ ഉള്ളിൽ ആ ശക്തി വിശേഷമുണ്ട്. അത് ഉറക്കമൊഴിച്ച് ഏത് സമയവും നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ചിട്ടാണ് നമ്മളെ സംരക്ഷിക്കുന്ന ശരീരത്തിൽ. അങ്ങനെയുള്ള ഒരു ദേശത്തിലെ ദൈവം രാത്രി മൂടിപ്പോയച്ചുടങ്ങുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മൾ എന്തെല്ലോ ധരിച്ചു വെച്ചിട്ടുണ്ട്. പോട്ടെ. ഇനി 8 സ്വതവേ സകല കാലത്തിലും, ഈ കാലത്തിന്റെ പിന്നിൽ എല്ലാം വർത്തിക്കുന്ന ആ ശക്തി വിശേഷമാണ്. സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത പുരുഷാർത്ഥങ്ങളാകുന്ന സ്വരൂപത്തോടു കൂടിയ പരമാനന്ദമൂർത്തിക്ക് ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം ആ ശക്തി വിശേഷത്തിന്റെ സ്വരൂപമാണ്. ഞാൻ ആ ശക്തി വിശേഷത്തിന്റെ സ്വരൂപമാണ്. അത് തന്നെയാണ് ഞാനായി വന്നിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. ഉള്ളിൽ നിന്നുകൊണ്ട് അത് തന്നെയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും സ്വരൂപം അദ്ദേഹം തന്നെയാണ്. അങ്ങനെയുള്ള ആ പരമാനന്ദമൂർത്തിക്ക് യജ്ഞാദികളിൽ പ്രയോജനമെന്ത്? നമ്മളെന്തെങ്കിലും യജ്ഞം ചെയ്തു കൊടുത്തോണ്ട് അതിനെന്ത് കിട്ടാനാണ്? അതെല്ലാം അർത്ഥമില്ലാത്തതാണ് എന്ന് പറയുകയാണ്. എങ്കിലും എന്നാൽ എന്ത് പറയുകയാണ്? കമിതാക്കളെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആദരവോടുകൂടിയ ആരാധന മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഈ ഋത്തിക്കുകൾ ചെയ്തിരിക്കുന്നത് കമിതാക്കൾ ഉണ്ടാവണം. ഈ രാജാവും ഭാര്യയും. നാഭി രാജാവും മേരുദേവിയും. അവർക്ക് കുട്ടികളെ കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് അവരെന്തെല്ലോ ചെയ്തു വെച്ച അവർ ആദരവോടുകൂടിയ ഒരാരാധന മാത്രമായി ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ ഇതൊന്നും അങ്ങേക്ക് ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം അർത്ഥമില്ലാത്തതാണ്. എങ്കിലും അവർക്ക് കുട്ടികളെ കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് അവർ ഇങ്ങനെയുള്ള ഈ രൂപത്തിലൊരാരാധന നടത്തുന്നത്. എൻ്റെ 9 പരമപുരുഷന്മാരിൽ പരമപുരുഷനായ ഭവാൻ, അങ്ങ് പരമപുരുഷന്മാരിലല്ല ഏറ്റവും പരമപുരുഷനായ ഭവാൻ
മൂഢന്മാരും. നമ്മൾ മൂഢന്മാരാണ്, നമ്മൾ ഈ മണ്ടത്തരമായിട്ടാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. പിന്നെയോ സ്വന്തം ശ്രേയസ്സിനെ അറിഞ്ഞുകൂടാത്തവരുമാണ് നമ്മൾ. നമ്മളുടെ ശ്രേയസ്സിനെ അറിയുന്നില്ല. നമ്മുടെ ശ്രേയസ് എന്താണ്? നമ്മൾ തന്നെ ഈശ്വരനാണ്. ഈശ്വരൻ തന്നെയാണ് നമ്മളായി മാറിയിരിക്കുന്നത്. നമ്മൾ ഉള്ളിൽ കടത്ത് പ്രവർത്തിക്കുന്ന ആ ശക്തി, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം. അത് മനസ്സിലാക്കാതെ അറിഞ്ഞുകൂടാത്തവരായ ഈ ഉള്ളവരുടെ കാരുണ്യത്താൽ മാത്രം, ഈ ഉള്ളവരുടെ നേരെയുള്ള അങ്ങയുടെ കാരുണ്യത്തോണ്ട് മാത്രം, മുക്തിയിലൂടെ മാത്രം ലഭിക്കുന്ന, സാധാരണ മുക്തിയിലൂടെ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മവുമായിട്ട് ചേരാൻ പറ്റുകയുള്ളൂ. ആ മുക്തിയിലൂടെ ലഭിക്കുന്ന നിൻതിരുവടിയുടെ ദൃഷ്ടിഗോചരം നമുക്ക് സാധ്യമാണ്. അതായത് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ടാണ് ഈ ദൃഷ്ടിഗോചരം ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ശക്തിക്ക് എന്ത് വേണം? ഈ നാഭിയിലൂടെ വേണം ഇനി അടുത്ത സൃഷ്ടിക്രമങ്ങളെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പം അത് ആ സൃഷ്ടികർത്താവിൻ്റെ കൂടെ ആവശ്യമായത് കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ഇവർ എന്തെങ്കിലും കൊടുത്തത് കൊണ്ടോ പൂജ നടത്തിക്കൊണ്ടൊന്നോ അല്ല. കാരണം ഇങ്ങനെയാണ് കാലം പോകേണ്ടത്. അതിന് ആ ശ്രീഹരിയും വന്നിട്ട് ഈ ഒരു തടസ്സമുണ്ടായപ്പോൾ മക്കളില്ല, അപ്പൊ അതിനെ ദൂരീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. എൻ്റെ 10 പറയുകയാണ്, വരദാതാക്കളിൽ ശ്രേഷ്ഠനായ, വരം നൽകുന്നതിൽ ശ്രേഷ്ഠനായ അവിടുന്ന് രാജാവായ നബിയുടെ യജ്ഞശാലയിൽ ഭക്തന്മാർക്ക് തക്കവണ്ണം വന്നതു തന്നെ ഒരു വരപ്രസാദമാണ്. അങ്ങി വന്നത് തന്നെ നമുക്കൊരു വലിയ വരപ്രസാദം തന്നെയാണ്. ഇതിന്റെ 11 പറയുകയാണ്, വൈരാഗ്യത്തിൽ തീക്ഷ്ണമായ ജ്ഞാനശക്തിയാൽ നശിപ്പിക്കപ്പെട്ട, വൈരാഗ്യം വന്ന് ഈ ഭൗതിക സുഖങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാതെ വൈരാഗ്യം വന്ന് തീക്ഷ്ണമായ ജ്ഞാനാഗ്നിയാൽ ശരിയായ ജ്ഞാനം നേടിക്കൊണ്ട് നശിപ്പിക്കപ്പെട്ട മനോമാലിന്യത്തോടുകൂടി മനസ്സിലെ എല്ലാ ദുശ്ചിന്തകളെയെല്ലാം മാറ്റി കൂടിയവനും അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ സ്വഭാവം പോലെയുള്ളവരും, അടുത്ത സ്വഭാവം എന്താണ്? നിർഗുണമാണ്, ഒന്നിലും താല്പര്യമില്ല. അങ്ങനെയുള്ളവരും ആത്മസ്വരൂപത്തിൽ ലഭിച്ചിരിക്കുന്നവരുമായ മുനിമാർ, ആത്മസ്വരൂപത്തിൽ ആത്മാവിൽ തന്നെ ലയിച്ച് കർമ്മം വേദങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്ന മുനിമാർ ഇടതടവില്ലാതെ ഉച്ചരിക്കുന്ന അങ്ങയുടെ ഗുണവിശേഷങ്ങൾ, അങ്ങേരുടെ ഗുണവിശേഷങ്ങൾ ഇങ്ങനെയുള്ള ഋഷി ശ്രേഷ്ഠന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അത് നമ്മളെടുത്തിട്ട് അവലംബമായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പം നമുക്ക് സാധാരണക്കാർക്ക് ബ്രഹ്മത്തെ ഒന്നും മനസ്സിലാക്കാനൊന്നും, ഈ ശ്രീഹരി ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, അതെന്താണെന്നൊന്നും പറ്റില്ല. പക്ഷേ അങ്ങയുടെ സ്വഭാവത്തോട് ഏകദേശം അടുത്തിരിക്കുന്ന ഋഷീശ്വരന്മാര് അങ്ങയുടെ ഗുണഗണങ്ങൾ കുറേ വർണ്ണിച്ചു തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ അവലംബമായിട്ട് എടുക്കുകയാണ്. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനെ കാണാനും ഒന്നും പറ്റില്ല. നമ്മളിപ്പോൾ ഈ ശ്രീഹരിനെ പറ്റിയെല്ലാം മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ഋഷികൾ തന്ന വെച്ചിട്ടാണ് മഞ്ഞപ്പട്ടുകൊടുത്ത് ഇങ്ങനെയെല്ലാം നമ്മളും പറയുകയും വെച്ച് അതും പിടിച്ചിട്ട് പോവുകയാണ്. അല്ലാതെ നേർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഋഷികൾക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ല. എങ്കിലും എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ സ്തുതിച്ചെങ്കിലും അവർ പറയുന്ന പ്രകാരം മാർഗനിർദ്ദേശത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തതെങ്കിലും വേറെ വല്ല പ്രകാരത്തിലും കാലിടറുക, നമുക്ക് എന്തെങ്കിലും കാലിടറൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ് ബാധിക്കുക, വീഴ്ച സംഭവിക്കുക, ക്ഷീണിച്ചു കോട്ടുക വരിക, ഇതെല്ലാം ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ യാഗമെല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്, അപകടാവസ്ഥയിൽ അകപ്പെടുക, പനി പിടിക്കുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് പനി പിടിക്കുക, മൃത്യു വന്നെടുക്കുക എന്നീ അവസ്ഥകളിൽ, അതായത് അത്തരം അവസരങ്ങളിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലും പാളിച്ചെടുക്കുക, ഉറക്കം വന്നു പോവുക, അല്ലെങ്കിൽ കോട്ടുവായിടുക, അല്ലെങ്കിൽ പനി പിടിച്ചു പോവുക. ഇവിടെ തന്നെ പറഞ്ഞു,
ദൈവത്തേക്ക് ഈ വസ്തുക്കൾ മുഴുവൻ അതെടുത്തിട്ട് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കറുകിയും തുളസിയെല്ലാം എല്ലാം ദൈവത്തിൻ്റെ തന്നെയാണ്, ഈശ്വരൻ്റെ തന്നെയാണ്. ആ ശക്തി തന്നെയാണ് ഉണ്ടാക്കി. അതിന് എടുത്തിട്ട് അങ്ങേർക്ക് നമ്മൾ കൊടുക്കുന്നവർ കൊടുക്കുന്നതിലൊന്നും അർത്ഥമില്ല. അപ്പം ഇങ്ങനെ എന്തെല്ലാം മണ്ടത്തരങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്തിനു വേണ്ടിയാണ്? അങ്ങയോടുള്ള ഒരു ആരാധന രൂപത്തിൽ അതിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അങ്ങനെ നമ്മൾ വല്ലതും ചെയ്യുമ്പോൾ, അങ്ങേക്കായിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പാളിച്ചകൾ വരികയാണെങ്കിൽ അതെല്ലാം പാപമായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള പാപങ്ങളെയെല്ലാം നിന്തിരുവടിയുടെ തിരുമാമം ഉച്ചരിക്കുമ്പോൾ അതെല്ലാം ഇല്ലാതാക്കണേ എന്ന് പറയുകയാണ്. നാമം ഉച്ചരിക്കണേ. യഥാർത്ഥത്തിൽ നാമവും അങ്ങേർക്കില്ല. അദ്ദേഹത്തിന് ഒരു നാമം വിളിക്കുക എന്ന് പറഞ്ഞാൽ ശ്രീഹരി എന്ന് വിളിക്കുക എന്ന് പറയുന്നതിന് തന്നെ മണ്ടത്തരമാണ്. നമ്മൾ കൊടുത്ത പേരാണ്. അല്ലാതെ ആ ഈശ്വരന് അങ്ങനെ പേരൊന്നുമില്ല. അതിന് രൂപമില്ല ഭാവമില്ല, അതിന് പേര് കൊടുക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ സൗകര്യത്തിനൊരു പേര് ഇപ്പം നമ്മളിങ്ങനെ കുറച്ച് പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് വിളിച്ചാൽ ആ പാപങ്ങളെല്ലാം അകറ്റണേ എന്ന് അങ്ങോട്ടേക്ക് അപേക്ഷിക്കുകയാണ്. ഇങ്ങനെ നമ്മളൊരു പേര് വെച്ചിട്ടെല്ലാം വിളിക്കുന്നുണ്ട്. അല്ലൊന്ന് ക്ഷമിച്ചിട്ട് നമ്മൾ ആ പേര് ഒന്ന് അംഗീകരിച്ചേക്കണേ. കാരണം ഈ പേര് പോലും നമ്മളെ സൗകര്യത്തിന് വിളിക്കുന്നതാണ്. അല്ലാതെ ആ ഈശ്വരനുള്ള പേരൊന്നും ഈശ്വരന് പേര് കൊടുക്കാൻ പറ്റില്ല. രൂപവും ഭാവവും ഇല്ലാതെ എങ്ങനെയാ പേര് കൊടുക്കുക? അതിന് പേരുമില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ ഓരോ പേരെല്ലാം വെച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടായ ഈ പേര് വിളിച്ച് പറയുമ്പോൾ അതൊന്ന് സ്വീകരിച്ചേക്കണേ എന്ന് പറയുകയാണ്. ഇതൊരു വരന്മാര് ചോദിക്കുന്നതായിട്ട് കണ്ടാൽ മതി. എന്നിട്ട് 13 പറയുകയാണ്, സന്താന ലബ്ധിക്കായിട്ട് ആഗ്രഹിക്കുന്ന രാജാവ് നാഭി, സന്താന ലാഭത്തിനായി പുരുഷാർത്ഥാർത്ഥ ബുദ്ധിയോടുകൂടി, പുരുഷാർത്ഥങ്ങളിലൂടെയാണല്ലോ ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ആ ബുദ്ധിയോടുകൂടി എന്ത് ചെയ്യുന്നു? അവിടുത്തെ പോലെയുള്ള പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട്, അത് എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങേ പോലെയുള്ള ഒരു പുത്രനെയാണ് ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും പോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങേ പോലെയുള്ള ഒരു പുത്രനെ വേണം. ആഗ്രഹിച്ചുകൊണ്ട് ദരിദ്രർ ഉമിക്കായി കുബേരനോട് ചോദിക്കുന്നത് പോലെ, ഒരു ദരിദ്രൻ ഉമി തരുമോ എന്നൊരു കുബേരനോട് ചോദിക്കുക എന്നത് പോലെ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ അല്ലെങ്കിൽ ഈ ശ്രീഹരിക്ക്, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ശ്രീഹരിക്ക് ഇതൊരു നിസ്സാര കാര്യമാണ്. അങ്ങേ പോലെയുള്ളൊരു പുത്രനെ എളുപ്പത്തിൽ പറയുകയാണ് ഒരു ഉപമ വെച്ചിട്ട്. ഇത് കുബേരനോട് ഒരു ഭൂമിക്കടി ചോദിക്കുന്ന മാതിരിയേ ഉള്ളൂ അങ്ങയോട് ചോദിക്കുന്നത്. അങ്ങേ പോലെയുള്ള ഒരു പുത്രൻ നിസ്സാരമായൊരു കാര്യം. എന്ന പോലെ അങ്ങയെ സമീപിക്കുകയാണ്. ആര്? നാഭി ചക്രവർത്തി അങ്ങേ പോലെയുള്ള ഒരു പുത്രന് ലഭിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങയെ സമീപിച്ചിരിക്കുന്നത്. എന്നിട്ട് 14 പറയുകയാണ്, മഹാത്മാക്കളുടെ പാദപത്മങ്ങളെ ഉപാസിക്കാത്തവൻ നിന്തിരുവരയുടെ ആരാലും ജയിക്കാൻ കഴിയാത്ത മായയെ അവർക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല. മഹാത്മാക്കളുടെ പാദപത്മങ്ങളെ ഉപാസിക്കാത്തവൻ, അപ്പൊ ഈശ്വരനെ എന്ന അർത്ഥമുള്ള നല്ല ആൾക്കാരുടെ പാദപത്മങ്ങളെ ഉപാസിക്കാത്തവന് പിന്നെ ഈ ശ്രീഹരിയുടെ, അതിനു മുകളിൽ കിടക്കുന്ന ശ്രീഹരിയുടെ മായയെ മറികടക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ശക്തി ഏതാണ്? ശ്രീഹരി തന്നെയാണ്. എന്നിട്ട് പറയുന്നു, ആ മായ ആവരണം ചെയ്യപ്പെടാത്ത ബുദ്ധിയോടും, ആ മായയുടെ പിടിയിൽ അകപ്പെടാത്ത ബുദ്ധി, നമ്മുടെ ബുദ്ധിയെല്ലാം മായയിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് തന്നെ മായയുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം മായയുടെ ആവരണം ചെയ്യപ്പെടാത്ത ബുദ്ധി വിഷം ബാധിക്കാത്ത പ്രകൃതിയോടുകൂടി, പ്രകൃതിയാണ് നമ്മൾ പ്രകൃതിയിൽ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. വിഷയങ്ങളുമായിട്ട്, ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിലെ
പലതരം വസ്തുക്കളെല്ലാം അത് ഇത് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട്. അതാണ് വിഷയങ്ങൾ. വിഷം അത് വിഷത്തിന് സമാനമാണ്. വിഷം ബാധിക്കാത്ത, അതായത് ആ വിഷയങ്ങളെ ഒന്നും ശുദ്ധമായിട്ട് എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവരും ആ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പോകുന്നതെങ്കിൽ, ഭൗതിക ലോകത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ അവർ ഒരു വിഷത്തിലാണ് അടിമപ്പെട്ടിരിക്കുന്നത്. അതൊരു വിഷമാണ്. ഇതിൽ നിന്ന് മുക്തിയായാൽ മാത്രമേ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നടക്കുന്ന കാര്യമില്ല. അങ്ങനെയുള്ള ആരും തന്നെ ഇല്ല. അപ്പം ആ മായ ആവരണം ചെയ്യാത്ത ബുദ്ധിയൊന്നും ഈ നാട്ടിലില്ല. ഏത് മനുഷ്യനും ബുദ്ധിപരമായിട്ടാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ആ നിലയിലൊന്നും ബ്രഹ്മത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മായയിൽ ആവൃതമാണ് അവരുടെ എല്ലാം ബുദ്ധിശക്തി. അതേപോലെ ഭൗതിക ലോകത്തിൽ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ചിന്തിക്കുമ്പോൾ അത് വിഷത്തിന് സമാനമാണ്. നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാനുള്ള വഴി അവിടെ തന്നെ അടഞ്ഞു. അതുകൊണ്ട് ഈ വിഷയങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, ഈ ലോകമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പറ്റും. ഇനി 15 പറയുകയാണ്, ദേവാദിദേവനായ അങ്ങയെ ഏതൊരു അല്പകാര്യത്തിന് വേണ്ടി ഇവിടെ നിന്തിരുവടിയെ വിളിച്ചു വരുത്തപ്പെട്ടുവോ, അങ്ങയെ ഇവിടെ വിളിച്ച് വരുത്തിയതാണല്ലോ, ഈ ആവേദം നടത്തിയോണ്ടാണല്ലോ രാജാവ്. ഒരു നിസ്സാര കാര്യത്തിന് അങ്ങയെ പോലെയുള്ളവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തപ്പെട്ടവോ ആയതിനാൽ പുരുഷാർത്ഥ ബുദ്ധിയോടും അജ്ഞതയോടും, ഈ പുരുഷാർത്ഥങ്ങളുടെ ബന്ധവുമായിട്ട് പെട്ട കർമ്മത്തിൻ്റെ ഭാഗമായ ആ ബുദ്ധിയാണ് ഉള്ളത്. അതുകൊണ്ട് ആ ബുദ്ധി എന്ന് പറഞ്ഞത് ശരിയായ മായയിലകപ്പെട്ട ബുദ്ധി. അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചത്. അജ്ഞതയോടും അറിവില്ല മൂഢതയോടും കൂടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈശ്വരനെ അവഹേളിക്കുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇത്രയും ചെറു കേസിന് അങ്ങയെ പോലെയുള്ളവരെ വിളിച്ചു കൊണ്ടുവരുവാന്നെല്ലാം പറഞ്ഞാൽ വലിയ അജ്ഞന്മാരാണ്, മൂഢന്മാരാണ് അത് ചെയ്യുക. അത് ഈശ്വരനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരെയും സമമായി കാണുന്ന അങ്ങ് അത് പൊറുക്കുമല്ല. അവിടെ ഒരു തന്ത്രത്തിലൂടെയാണ് പറയുന്നത്. അങ്ങെന്താണ് ചെയ്യുന്നത്? ഈശ്വരൻ്റെ സ്വഭാവം എന്താണ്? അവർക്ക് കള്ളനായാലും പോലീസായാലും എല്ലാവരും സമന്മാരാണ്. ആ തത്വം ഉപയോഗിച്ചിട്ട് നമ്മളെന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം കണക്ക് തന്നെ, എല്ലാവരും കണക്ക്. ആ നിലയിലൊന്ന് ക്ഷമിച്ചേക്കണം എന്നാണ് പറയുന്നത്. ഈശ്വരനെ കള്ളനും പിടിച്ചു പറിക്കാരനും തട്ടിപ്പുകാരനും എല്ലാം ഒരുപോലെയാണ്, രാജാവായാലും നീതിമാനായാലും. കാരണം അതിന് ജാതി ഒന്നുമില്ല. അതിന് ഈ കാര്യത്തിലൊന്നും തലയിടുന്നില്ല. അതങ്ങനെ നിർഗുണമായിട്ട് നിൽക്കുകയാണ്. അപ്പം പിന്നെ ഈ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ച തെറ്റും അതും ആ കൂട്ടത്തിൽ അങ്ങ് കളഞ്ഞിട്ട് ശ്രമിച്ചേക്കുക. ഇതിൻ്റെ 16 ശുഖം പറയുകയാണ്, ഇങ്ങനെയുള്ള സ്തോത്രങ്ങളാൽ തുതിക്കപ്പെട്ടവനും ജംബുദ്വീപിൻ്റെ അന്തർഭാഗത്തുള്ള ഭാരതവർഷത്തെ. അപ്പോൾ ജംബുദ്വീപ് നമ്മൾ കണ്ടല്ലോ, 7 ലോകങ്ങളുള്ള നടുവിലുള്ളതാണ് ജംബുദ്വീപ്. ആ ജംബുദ്വീപിലുള്ള നടുവിൻ്റെ പുറത്തുള്ള ചെറിയ വട്ടമാണ് ഭാരതവർഷം. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെ ഇതാണ് ജംബുദ്വീപ്. അതിൽ 7 ഉണ്ട്. അതിൻ്റെ നടുവിലുള്ളതിൻ്റെ പുറത്തുള്ളതിലാണ് നമ്മളുള്ളത്, ഭാരതവർഷം, ഹിമവാന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ഭാരതവർഷം, ഈ മരത്തിനെ തന്നെയാണ് ഭാരതവർഷം എന്ന് പറയുന്നത്. അല്ലാതെ ഭൂമി നമ്മളുടെ ഈ ദേശത്തെ അല്ല. ആ ഭാരതവർഷത്തെ, ആ ഭാരതവർഷത്തിൻ്റെ ഭരണാധികാരിയായിരിക്കുന്ന നബിയാൽ അഭിവന്ധ്യതരായ ഋത്വിക്കുകൾ തൊഴുത് കൊണ്ട് ഇത് അപേക്ഷിച്ചപ്പോൾ, എന്താണ് അപേക്ഷിച്ച? അങ്ങേ തുല്യമായ ഒരു പുത്രനെ പ്രദാനം ചെയ്യണം. അപ്പോൾ ശ്രീഹരി കരുണയോടുകൂടി ഇങ്ങനെ അരുളി ചെയ്തു. അദ്ദേഹത്തോട് കരുണയോടുകൂടി ഇങ്ങനെയാണ് പറഞ്ഞത്. മുനിമാരെ 17 സത്യവാദികളാൽ ദേവന്മാരാൽ എനിക്ക് തുല്യമായ പുത്രൻ ഇദ്ദേഹത്തിന് ഉണ്ടാകണമെന്ന വരമാണ് എന്നോട് ചോദിച്ചത്. നിങ്ങൾ എന്നോട് ചോദിച്ചത് എനിക്ക് തുല്യമായ ഒരു പുത്രൻ ഉണ്ടാകണം. എന്നാൽ
അദ്വിതീയനായി എനിക്ക് തുല്യമായി ഞാൻ മാത്രമേ ഉള്ളൂ. അദ്വിതീയനാണ് ഞാൻ. ഞാൻ ദ്വയമല്ല. പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദ്വയമാണ്. പക്ഷേ ഈ ഈശ്വരൻ ഏകനാണ്. അതായത് ആ ഈശ്വരൻ അല്ലെങ്കിൽ ശ്രീഹരി ഏകനാണ്. അപ്പൊ ഈശ്വരൻ ഒന്നാണ്, അത് ദ്വയമല്ല, രണ്ടില്ല. അങ്ങനെയിരിക്കെ ഒറ്റൊന്നേ ഉള്ളൂ എന്ന ഞാൻ, എനിക്ക് തുല്യമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പകരം വേറൊരാളെ തരുക എന്ന് പറഞ്ഞാൽ രണ്ടായി പോകുമല്ലോ. എന്നെ പോലെയുള്ള ഒന്നുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടായി പോകും. അത് നടക്കുന്ന കാര്യമല്ല. എന്നാലും ബ്രാഹ്മണരോട് ചോദിച്ചത് ആഗ്രഹങ്ങൾ പാടിലാകാൻ പാടില്ല. കാരണം അവർ എൻ്റെ തന്നെ മുഖമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് ബുദ്ധിയെല്ലാം ഉള്ള ഈ തലയാണ്. ബുദ്ധി തന്നെയാണ്, ജ്ഞാനമാണ് ബ്രഹ്മം, ഈശ്വരൻ. അപ്പം ഈശ്വരന് സമാനമായ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ജ്ഞാനം ശാസ്ത്രലോകമാണ്. പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കുന്നവരാണ്. സയൻസിലൂടെ തന്നെ മനസ്സിലാക്കണം. ഇപ്പം ശാസ്ത്രജ്ഞന്മാരല്ല. അങ്ങനെയുള്ളവരാണ് ഈ ലോകത്തെ ഈ നിലയിലേക്ക് നിർത്തിച്ചത്. ഈ പുരോഗതിയെല്ലാം ഉണ്ടായിരിക്കുന്ന ഈ ചിന്തകരും ഈ ശാസ്ത്രജ്ഞന്മാരുമാണ്. അവർ ബ്രഹ്മരഹസ്യം മനസ്സിലാക്കിയിട്ടാണ് ഈ ലോകം പുരോഗമിപ്പിക്കുന്നത്. അപ്പം അവർ ബ്രഹ്മം തന്നെയാണ്. അവർ എൻ്റെ മുഖം തന്നെയാണ്. അതുകൊണ്ട് ആഗ്നിത്രിപുത്രനായ നാഭിയിൽ എനിക്ക് തുല്യനായ മറ്റൊരുത്തനെ കിട്ടാത്തതിനാൽ 18 പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് തുല്യമായിട്ട് വേറൊരുത്തനെ തരാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ തൻ്റെ ആത്മാവിൻ്റെ അംശത്തിൽ അവതരിക്കും. ഞാൻ തന്നെയായിട്ട് അങ്ങ് വന്നേക്കാം. അതിനാണ് അവതാരം എന്ന് പറയുന്നത്. ഞാൻ തന്നെ ആത്മാവിൻ്റെ അംശമായിട്ട് വന്നുകൊള്ളാം. ഇത് 19 ശ്രീഹരി പറയുന്നു, അല്ല ശുഗൻ പറയുന്നു, മേനുദേവി കേട്ടു നിൽക്കത്തക്കവണ്ണം തന്നെയാണ് ഭർത്താവിനോട് ഇത് പറഞ്ഞത്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അപ്രത്യക്ഷനായി. അപ്പോൾ ഇതിൽ 20 പറയുകയാണ്, പരീക്ഷത്തോടാണ് ഇതെല്ലാം പറയുന്നത്. കഥയാരോടാണ് പറയുന്നത്? അല്ലയോ പരീക്ഷത്തെ, അതേ യജ്ഞത്തിൽ വെച്ചു തന്നെ മഹാത്മാരായ ഋഷിമാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ഭഗവാൻ, ഇവിടെയുള്ള ഋത്തിക്കുള്ള ഋഷികളെല്ലാം അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് സന്തോഷിച്ചിട്ട് നാഭിക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുവാനുള്ള ഇച്ഛയാൽ അദ്ദേഹത്തിൻ്റെ അന്തഃപുരത്തിൽ, അപ്പം അതേ യജ്ഞത്തിൽ വെച്ച് തൃപ്തനായിട്ട് നാഭിക്ക് ഒരു പുത്രൻ സ്വയം പുത്രനായിട്ട് വരാൻ പോവുകയാണ് ഇവിടെ ആ അന്തഃപുരത്തിൽ. അപ്പോൾ അദ്ദേഹം ആ അന്തഃപുരത്തിൽ വെച്ച് മേരുദേവിയിൽ ജനിക്കുവാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കഠിന തപസ്സികളായ തേജസ്സുള്ള കഠിന തപസ്സികളായ ജ്ഞാനയോഗികൾക്ക് ധർമ്മങ്ങളെ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി. അപ്പോൾ പ്രപഞ്ച രഹസ്യം, യഥാർത്ഥ ധർമ്മം, ഈ ജ്ഞാനം മുഴുവൻ ഈ ഭാരതവർഷത്തിൽ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രീഹരി മേരുദേവിയിൽ അവതരിക്കുന്നത്. അപ്പോൾ ഈ വേദരഹസ്യങ്ങളെല്ലാം, പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം, ബ്രഹ്മം എന്താണ്, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, ആ ബ്രഹ്മം തൊട്ടുള്ള ആത്മാവ് തൊട്ടുള്ള പരമാത്മാവിൻ്റെ രഹസ്യങ്ങളെല്ലാം ഇവിടത്തെ ഉജ്ജ്വലരായ തേജസ്വികളായ തപസ്സികളായ ഋഷികളെ പോലെയുള്ള യോഗീശ്വരന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം മേരുദേവിയിലൂടെ പ്രത്യക്ഷനാകാൻ അംശാവതാരമായിട്ട് വരുവാൻ തീരുമാനിച്ചു എന്നല്ല, അവതാരമെടുത്തു മേരുദേവിയിലൂടെ. ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ ജ്ഞാനം കിട്ടിയിരിക്കുന്നത് ഈ ഭാരതവർഷത്തിലുള്ള നമുക്കാണ്. അത് ആ ശക്തി വിശേഷം തന്നെ ഋഷികളിലൂടെ
നമുക്ക് തരുവാൻ വേണ്ടിയിട്ടാണ്, ആ ജ്ഞാനം പകർന്നു തരാൻ വേണ്ടി. മറ്റുള്ളവർക്കൊന്നും അത് കിട്ടിയിട്ടില്ല, നമുക്കാണ് തന്നിരിക്കുന്നത്. ഭാരതദേശത്തിൽ ഈ ഭൂമിയിൽ, അതായത് ഈ മരുത്തിൽ, നമ്മളുള്ള മരുത്തിൽ അവതരിച്ചിട്ട് ഋഷികൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അതിൻ്റെ രാജാവായ നാഭിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരുദേവിയിലൂടെ അവതാരമായിട്ട് ജനിച്ചത്.